ഹായ് ഓൾ. മാത്യു അർണലിൻ്റെ ഡോവർ ബീച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡോവർ ബീച്ച് ഒരു കവിതയാണ്. മാത്യു അർണലിലാണ് ഓഥർ. അദ്ദേഹത്തിൻ്റെ 1867 പുറത്തു വന്ന ന്യൂ പോയിംസ് എന്ന് പറയുന്ന കളക്ഷനിലാണ് ഡോവർ ബീച്ച് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വിക്ടോറിയൻ ഏജിലെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയും ക്രിട്ടിക്കും ഒക്കെ ആയിരുന്നു മാത്യു അർണൽഡ്. സോ നമ്മുടെ ഈ ഒരു കവിത വിക്ടോറിയൻ ഏജിൻ്റെ മുഴുവൻ ആ ഒരു ഋതുവും അടങ്ങുന്ന ഒരു കവിത കൂടിയാണ് ഡോവർ ബീച്ച്. സോ ഡോവർ ബീച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണെന്നുള്ളത് മനസ്സിലാക്കുക. So the poem is set on the coast of Dover, a town in southeastern England, facing the coast of France across the English Channel. So ഇംഗ്ലണ്ടിലെ സൗത്ത് ഈസ്റ്റേൺ ഭാഗത്ത് വരുന്ന ഇംഗ്ലണ്ടിലെ ഡോവർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബീച്ച് തന്നെയാണിത്. ഈ ബീച്ചിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഫ്രാൻസിൻ്റെ കോസ്റ്റ് കാണാൻ പറ്റും. അതായത് ഇംഗ്ലീഷ് ചാനലിന് കുറുകെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. Arnold uses the peaceful night view of the sea as a starting point to discuss deeper themes such as അദ്ദേഹം നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് അദ്ദേഹം നിന്നുകൊണ്ട് സംസാരിക്കാൻ പോകുന്നത് വളരെ ഡീപ്പർ മീനിങ് ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് കടൽ കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോസ് ഓഫ് ഫെയ്ത്ത്. സോ വിക്ടോറിയൻ ഏജ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ആ സമയത്താണ് ഫെയ്ത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നത്. ഇനി ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് മാറിയിട്ട് സയൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. സോ അതുവരെ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ ആയിരുന്നോ, ദൈവം ഇനി ഇല്ലേ, അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് ആൾക്കാർ പോകുന്നൊരു ടൈമാണ്. സോ ലോസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം കൊണ്ടുവരുന്നു. പിന്നെ ഹ്യൂമൻ സഫറിങ്, മനുഷ്യർ എന്തൊക്കെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ്റെ യാതനകളെ പറ്റി സംസാരിക്കുന്നു. ദെൻ അൺസർട്ടനിറ്റി ഓഫ് മോഡേൺ ലൈഫ്, ഇനി എങ്ങോട്ടാണ് ലൈഫ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്, ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തിലെത്തും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആൾക്കാർ ആ സമയത്ത് ജീവിക്കുന്നത്. സോ അവരിനി എന്ത് പ്രതീക്ഷയിലാണ് ജീവിക്കേണ്ടത്? Then the conflict between science and religion ഓൾറെഡി പറഞ്ഞു. The need for love and human companionship അവസാനമായിട്ട് പറയുന്ന എന്നാൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു തീം കൂടിയാണത്. സ്നേഹത്തിൻ്റെയും മനുഷ്യനേ ഉള്ളൂ ആ ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ കാര്യമൊക്കെ വരുന്നുണ്ട് കവിതയിൽ. സോ ഒരു വിക്ടോറിയൻ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് കോസ്ഡ് ബൈ സയൻറ്റിഫിക് ഡിസ്കവറീസ്, അതൊന്നും ഓർമ്മയിലുണ്ടാവണം. പുതിയ ഡെവലപ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിലീജിയൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ പവർ കുറഞ്ഞു വരാൻ തുടങ്ങിയതിനെ പറ്റിയിട്ടും ഈ കവിതയിൽ പരാമർശമുണ്ട്. സോ ഈ കവിതയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ വിക്ടോറിയൻ പീരീഡ് മെനി പീപ്പിൾ ബിഗാൻ ടു ക്വസ്റ്റ്യൻ ക്രിസ്ത്യാനിറ്റി ബിക്കോസ് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറീസ്, ജിയോളജിക്കൽ സ്റ്റഡീസ്, ഹിസ്റ്ററിക്കൽ ക്രിറ്റിസിസം ഓഫ് ദി ബൈബിൾ, റാഷണൽ ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്. സോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൈബിളിനെ ആൾക്കാർ അത് ഓക്കെ അല്ല, ബൈബിളിനെ പറ്റിയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സയൻറ്റിഫിക് ടെമ്പർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം അല്ല മനുഷ്യനെ നിർമ്മിച്ചത്, മനുഷ്യൻ സെല്ലുകളിൽ നിന്നും ഉണ്ടായതാണെന്ന് സയൻസ് പറഞ്ഞു. സോ അങ്ങനെ മുഴുവനായിട്ടും ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ്. നമ്മളിത് ഓൾറെഡി ഇതിൻ്റെ മൊഡ്യൂൾ വൈസ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്ന സംഭവം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് കവിതയിൽ സംഭവിക്കുക. ആദ്യം ഭയങ്കരമായിട്ട് പ്രകൃതിയെ പറ്റിയിട്ട് വളരെ ഒരു ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷനിൽ തുടങ്ങുമെങ്കിലും പിന്നീട് അത് ഹ്യൂമൻ മിസറികളിലേക്ക് മാറുന്നുണ്ട്. മനുഷ്യൻ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിലേക്ക് മാറുന്നു. പിന്നെ ദർ ഇസ് എ ലോസ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്. അത്രയും നമ്മൾ വിശ്വാസികളായിരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു വിശ്വാസം എന്ന് പറയുന്ന പോയിന്റിനെ കളയേണ്ടി വരുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ദെൻ എ പ്ലീ ഫോർ ലവ് ആൻഡ് ഫിഡലിറ്റി, വിശ്വാസ്യതയ്ക്കും ലോയൽറ്റിക്കും പിന്നെ സ്നേഹത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലീ, ഒരു റിക്വസ്റ്റിലൂടെയാണ് കവിത അവസാനിക്കുന്നത്. സോ നമുക്ക് നോക്കാം. കവിത വായിച്ച് പോകുന്നില്ല, ഓരോ സ്റ്റാൻസിലും എന്താ പറയുന്നതെന്ന് ജസ്റ്റ് നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. സോ കവിത തുടങ്ങുന്ന ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ദ സീ ഈസ് കാം ടു നൈറ്റ്. അപ്പോൾ കടൽ ഇന്ന് രാത്രി ഭയങ്കര സമാധാനത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം നമ്മൾ കടലിൻ്റെ അടുത്തോട്ട് പോകാൻ അല്ലെങ്കിൽ തിരമാലയുടെ അടുത്ത് പോകാൻ സമ്മതിക്കില്ല. കാരണം എപ്പോഴാണ് എന്താ കടലിൽ സംഭവിക്കുകയെന്ന് നമുക്കറിയാൻ പറ്റില്ല. കടൽ ഒരിക്കലും ശാന്തമായിട്ടിരിക്കാത്തൊരു സമയമാണ് രാത്രി. പക്ഷേ ഈ കവിത തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കടൽ ഇന്ന് ഭയങ്കര ശാന്തമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കവിത സ്റ്റാർട്ടാവുന്നത്. ദ സ്പീക്കർ സ്റ്റാൻഡ്സ് അറ്റ് എ വിൻഡോ ഓവർ ലുക്കിംഗ് ഡോവർ ബീച്ച് അറ്റ് നൈറ്റ്. അദ്ദേഹം ഒരു ജനാലയ്ക്ക് അടുത്ത് നിന്നിട്ട് ഡോവർ ബീച്ച്, ആ ഒരു കടൽക്കര ഇങ്ങനെ നോക്കി കാണുവാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതാണ് ആദ്യത്തെ സ്റ്റാൻസിൽ വരുന്നത്. സീ എന്ന് ഭയങ്കര കാമാണ്. രണ്ടാമത്തെ കാര്യം ദ ടൈഡ് ഈസ് ഫുൾ, വരുന്ന തിരമാലകളെല്ലാം മുഴുവനായിട്ട് നിറഞ്ഞ് നിൽക്കുവാണ്. ദ മൂൺ ഷൈൻസ് ബ്രൈറ്റ്ലി, അവിടെ നമ്മുടെ ചന്ദ്രൻ ഭയങ്കര തിളക്കത്തിൽ നിൽക്കുന്നുണ്ട്. ദി ഫ്രഞ്ച് കോസ്റ്റ് ഈസ് വിസിബിൾ. സോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് അങ്ങ് ദൂരെയുള്ള ഫ്രഞ്ച് കോസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ദി ഇംഗ്ലീഷ് ക്ലിഫ് സ്റ്റാൻഡ് ഷൈനിങ് ഇൻ ദ മൂൺലൈറ്റ്. മാത്രമല്ല ഇവിടെ അദ്ദേഹം നിൽക്കുന്നതായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലിഫ്, ആ ഒരു ഇംഗ്ലീഷ് കടൽ ഓരം എങ്ങനെയാണ് ഭയങ്കര ആ ഒരു പ്രകാശത്താൽ, ചന്ദ്രൻ്റെ പ്രകാശത്താൽ തിളങ്ങി നിൽക്കുകയാണ്. എവ്രിതിങ് അപ്പിയേഴ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ. എല്ലാം ഭയങ്കര ഭംഗി, എന്ത് മനോഹരമായിട്ടാണ് രാത്രി, നല്ല കടൽക്കര,
പൂർണ്ണചന്ദ്രൻ, നല്ല നിലാവ് വെളിച്ചം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റൊമാൻറ്റിക് സെറ്റിംഗ് പോലെ തോന്നുന്ന ഒരു രീതിയിലാണ് കവിത ആരംഭിക്കുന്നത്. പക്ഷേ ദർ ഇസ് എ സഡൻ ചേഞ്ച്. ദ സ്പീക്കർ ആസ്ക്സ് സംബഡി, പ്രോബബ്ലി ഹിസ് ബിലവഡ്, ടു കം ടു ദ വിൻഡോ ആൻഡ് ലിസൺ. സോ ഇതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനെ തന്നെയാണ് അങ്ങോട്ടേക്ക് കൂട്ടുന്നത്. സോ ഹിസ് ലവർ ഈസ് ദെയർ ഓർ ഹിസ് വൈഫ് പ്രോബബ്ലി ആ ബിലവഡിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നോക്കൂ, ഇത് നീ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെയാണ് പിന്നെ കേൾക്കുന്നത്. Waves moving toward the shore, pebbles being dragged and thrown by the waves. The sound becomes rough and repetitive. സോ ആദ്യം ഭയങ്കര കാമായിട്ടിരിക്കുന്നുണ്ട്. തിരമാലകൾ കടൽക്കരയിലേക്ക് വന്ന് അടിച്ചിട്ട് പെബിൾസിനെയൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സോ പെബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മണലാണ് കൂടുതൽ കാണുന്നത്. മണൽ ഇത് ചരലെന്ന് പറയും. ചരലുമല്ല, കറക്റ്റ് പറഞ്ഞാൽ നല്ല മിനുസമുള്ളൊരു കല്ലാണ്. നമ്മൾ അത് വാങ്ങിയിട്ട് ഫിഷ് ടാങ്കിലൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ചെറിയ പരൽക്കല്ലുകളെന്നാണ് അതിനെ പറയുക. സോ ഈ കല്ലിനെയെല്ലാം എടുത്ത് വേവ്സ് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, തിരിച്ചും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കല്ലിലേക്ക് വന്ന് വെള്ളം ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുമ്പോഴത്തേക്കും ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. സോ ആ സൗണ്ട് ഭയങ്കര റഫായിട്ടുള്ളൊരു സൗണ്ടാണ്. അത് റെപ്പറ്റീവായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഇറ്റ് മീൻസ് ദ ബ്യൂട്ടിഫുൾ സീൻ ഹൈഡ്സ് എ സാഡ് റിയാലിറ്റി. സോ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഒന്നും കൂടി ഒന്ന് ശ്രദ്ധയോടെ നോക്കുമ്പോഴത്തേക്ക്, ഒരു വളരെ ദൂരെ നിന്ന് നോക്കുന്ന ഒരാളിന് ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു സീനായിട്ടാണ് കാണുക. അടുത്ത് വരുന്നവർക്കേ മനസ്സിലാവുന്നുള്ളൂ ടൈഡ് അത്ര കാമായിട്ട് നിൽക്കുന്നതല്ല, ദൂരെ നിന്ന് നോക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. നല്ല രീതിയിൽ വന്ന് ഇടിച്ചിടിച്ച് ഈ കല്ലുകളെ വെച്ചിട്ട് ഇത്രയും മോശപ്പെട്ട അല്ലെങ്കിൽ കേൾക്കാൻ സുഖമില്ലാത്തൊരു സൗണ്ട് അവിടെ ഉണ്ടാവുന്നുള്ളത് അടുത്ത് വന്ന് നോക്കുന്ന ആളിനാണ് മനസ്സിലാവുക. സോ ഈ ഒരു സൗണ്ട് ഓഫ് വേവ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ സോറോയാണ് കാണിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു സങ്കടമാണ്. ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നും എല്ലാ മനുഷ്യരും ഹാപ്പിയാണെന്ന്. അടുത്ത് പോകുമ്പോഴേ അവരുടെ ഒരു വേദന മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. ദെൻ റെസ്റ്റ്ലെസ്നെസ്. ഓരോ മനുഷ്യനും ദൂരെ നോക്കുമ്പോൾ അടങ്ങി ഒതുങ്ങി വെറുതെ ഇരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, തിരമാല പോലെ എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മുടെ ഉള്ളിൽ അലയടിക്കുന്നതെന്ന് ആർക്കും പുറത്തേക്കുന്ന ആളിന് മനസ്സിലാവത്തില്ല. ദെൻ ദി സൈക്കിൾ ഓഫ് സഫറിങ്. സോ ഈ തിരമാല എങ്ങനെയാണ് വരുന്നത്? ഒരിക്കൽ വരുന്നു, കടലിൽ നിന്ന് വന്നു മണലിനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്, വീണ്ടും വരുന്നു. സോ ഇതൊരു സൈക്കിളാണ്, ഇതിനൊരു അവസാനം ഇല്ല. സോ ഹ്യൂമൻ ബീങ്സിൻ്റെ സഫറിങ് അങ്ങനെ തന്നെയാണ്. ഒരു ഫ്രേസ് തന്നെ പറയുന്നുണ്ട്, ദ എറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ് ഇൻട്രൊഡ്യൂസസ് ദി സെൻട്രൽ മൂഡ് ഓഫ് മെലങ്കളി. മെലങ്കളി എന്ന് പറയുമ്പോൾ ഒരു വൈഷമ്യം, മൊത്തത്തിലൊരു വിഷമമാണ് കവിതയിലുടനീളം പറയാൻ പോകുന്നത്. ഇത് എറ്റേണലാണ്. മനുഷ്യർക്കുണ്ടാകുന്ന സഫറിങ് അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നത് ഒരു പോയിന്റിലും നിൽക്കുന്നില്ല. ഇതിങ്ങനെ സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഒരു വിഷമം വരുന്നു, അത് പരിഹരിക്കുന്നു, കഴിഞ്ഞിട്ടില്ല, അടുത്ത വിഷമം വരുന്നു. ഇപ്പോൾ ഫണ്ണിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയും 10ാം ക്ലാസ്സാണ് ടേണിംഗ് പോയിൻറ്റ്, +2 ടേണിംഗ് പോയിൻറ്റ്, ഇനി ഡിഗ്രി ടേണിംഗ് പോയിൻറ്റ്. ഇങ്ങനെ ടേണിംഗ് പോയിൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കും പോലെയാണ് നമ്മുടെ വിഷമങ്ങളും. എറ്റേണലാണ്, വന്നുകൊണ്ടേ ഇരിക്കും. സോ ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് ദി കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. കാണുന്നതൊന്ന്, അതിൻ്റെ ഉള്ളിലുള്ള റിയാലിറ്റി വേറെ ഒന്നാണ്. ദ നേച്ചർ അപ്പിയേഴ്സ് ബ്യൂട്ടിഫുൾ ബട്ട് കണ്ടെയ്ൻ സാഡ്നെസ്. ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് പ്രകൃതി, പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു സാഡ്നെസ് ഒളിഞ്ഞ് കിടപ്പുണ്ട്. ദെൻ ഹ്യൂമൻ സഫറിങ് എന്ന് പറയുന്നൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റാൻസയിൽ വരുന്നത് തുടങ്ങുന്നത് തന്നെ സോഫോക്ലിസ് ലോങ് എഗോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സോഫോക്ലിസ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഒരു റെഫറൻസ് പോകുന്നുണ്ട്. സോ ആരാണ് സോഫോക്ലിസ്? ഒരു ഗ്രീക്ക് ട്രാജഡിയനാണ്. അതായത് ട്രാജഡീസ് എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ്. അരിസ്റ്റോട്ടിലിനെയൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അരിസ്റ്റോട്ടിലിൻ്റെ ഗുരു ആയിരുന്നു പ്ലേറ്റോൻ്റെയും ഗുരുവാണ് സോഫോക്ലിസ്. ഓക്കെ, അപ്പോൾ ട്രാജഡി എഴുതിയിരുന്ന ഒരു വലിയൊരു ഗ്രീക്ക് എഴുത്തുകാരനും ചിന്തകനും ഫിലോസഫറും ഒക്കെ ആയിരുന്നു സോഫോക്ലിസ്. അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. സോഫോക്ലിസ് ഓൾസോ ഹേർഡ് ദി സൗണ്ട് ഓഫ് വേവ്സ് ഇൻ ഈഗൻ സീ. സോ അദ്ദേഹം എഴുതുമ്പോൾ സോഫോക്ലിസിന് പല ഫിലോസഫീസും അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ എഴുതുമ്പോഴും ഈഗൻ സീ എന്ന് പറയുന്ന ഒരു കടലാണ്. ഒരു ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന ഒരു കടലാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹം ആ കടലിൻ്റെ ഒച്ച കേട്ടിട്ടുണ്ടാവും. എഴുതുന്ന സമയത്ത് സോഫോക്ലിസും ആ ഒച്ച കേട്ടിട്ടുണ്ടാവും. ആ ഒച്ച കേട്ടിട്ടായിരിക്കണം സോഫോക്ലിസ് മനുഷ്യൻ്റെ മിസറികളെ പറ്റി എഴുതിയിട്ടുണ്ടാവുക. സോ ഇന്ന് ഈ ഒരു മൊമെൻറ്റിൽ മാത്യു അർണൽഡ് ഡോവർ ബീച്ചിൽ ആ ഒച്ച കേൾക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് ഓക്കെ ഇതുപോലെ ആയിരിക്കും സോഫോക്ലിസും ഏഗൻ സീയുടേത് കേട്ടിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. സോ സോഫോക്ലിസിനെയും ഏഗൻ സീയെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ മേ ബി ആ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും സോഫോക്ലിസിന് തോന്നിയിട്ടുണ്ടാവുക ഹ്യൂമൻ മിസറീനെ പറ്റിയിട്ടും ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഹ്യൂമൻ ഫോർച്യൂൺസ്. അപ്പോൾ ഒരു സമയം നമുക്ക് നല്ല ഭാഗ്യമായിരിക്കും, തൊട്ടടുത്ത സമയം നമ്മുടെ എല്ലാ ഭാഗ്യവും നശിക്കുന്നതായിട്ടും തോന്നും. സോ ഇനി അവിടെ മെയിനായിട്ടും മീനിങ് വരുന്നത് ഹ്യൂമൻ സഫറിങ് ഈസ് യൂണിവേഴ്സൽ. സോ ഒരിടത്ത് മാത്രമല്ല. അപ്പോൾ ഇന്നിവിടെ ഇംഗ്ലണ്ടിൽ നിൽക്കുന്ന മാത്യു അർണൽഡിന് ഈ കാര്യം കടൽ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ സോഫോക്ലിസിനും ഇത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അത് യൂണിവേഴ്സലാണ്, എല്ലാ സ്ഥലത്തേക്കും അതൊരു ഏകീകമായിട്ടുള്ളൊരു കാര്യമാണ്. People in ancient Greece and people in Victorian England experience the same പെയിൻ ആൻഡ് അൺസർട്ടനിറ്റി. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഗ്രീസിലുള്ളവർക്കും ഇപ്പോൾ ഈ കവിത എഴുതുന്ന സമയത്ത് വിക്ടോറിയൻ ഇംഗ്ലണ്ടും നമ്മൾ ഈ 2026 ഇത് പഠിക്കുന്നു. നമുക്കുള്ളത് ഇതേ പെയിനും അൺസർട്ടനിറ്റിയുമാണ്.
ദെൻ ഇമ്പോർട്ടൻ്റ് ഐഡിയാസ്, ഹ്യൂമൻ സോറോ ഈസ് ടൈംലെസ്. മനുഷ്യൻ്റെ വിഷമം എന്ന് പറയുന്നത് ടൈംലെസ് ആണ്. ഓരോ സമയത്ത് ജീവിക്കുന്നവർക്കും അവരവരുടേതായിട്ടുള്ള ഓരോരോ വിഷമങ്ങളുണ്ടാകും. ദ സീ ബിക്കംസ് എ സിമ്പിൾ ഓഫ് യൂണിവേഴ്സൽ സഫറിങ്. സോ ഇതിൻ്റെ എല്ലാം ഒരു മൂകസാക്ഷി അല്ലെങ്കിൽ കാണുന്ന ഒരു സിമ്പിളായിട്ട് മാറുന്നുണ്ട് നമ്മുടെ കടൽ. ദെൻ ദ കണക്ഷൻ ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. അപ്പോൾ ഒരിക്കലും പാസ്റ്റിനെ എടുത്ത് കളയാനും പറ്റില്ല, പ്രസൻറ്റിൽ നിന്നും പാസ്റ്റിനെ മാറ്റാൻ പറ്റില്ല. ആ പാസ്റ്റിൽ നിന്നുമാണ് നമ്മൾ പ്രസൻറ്റിലേക്ക് എത്തുന്നത്. സോ ആ ഒരു അണ്ടർലൈൻ കണക്ഷൻ അവിടെ ഉണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ് തുടങ്ങുന്നത് തന്നെ ദ സീ ഓഫ് ഫെയ്ത്ത് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഫേമസ് സെക്ഷൻ ഓഫ് ദി പോയം, ദി മെറ്റഫർ ഓഫ് ദി സീ ഓഫ് ഫെയ്ത്ത്. സോ സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന മെറ്റഫർ എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ അദ്ദേഹം കടലിനെ ഫെയ്ത്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് കടലെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം അവിടെ പോർട്രേ ചെയ്യുന്നത്. ഫെയ്ത്ത് സറൗണ്ടഡ് ദ വേൾഡ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ നമ്മൾ ഈ ഒരു വിക്ടോറിയൻ ഏജിൽ ജോഗ്രഫി അത്യാവശ്യം വരുന്നൊരു സമയമാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടയാണെന്നും അവിടെ ഏറ്റവും കൂടുതലുള്ളത് കടലാണെന്നും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ലാൻഡിനേക്കാളും കൂടുതൽ കടലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ കടലിനെ ഫെയ്ത്തായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഹോപ്പാണ്, നമ്മുടെ പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെ ഒരു സിമ്പലായിട്ട് കടലിനെ എടുക്കുക. അതായത് വേൾഡ് മുഴുവനും പ്രതീക്ഷയിലാണ്. ഇറ്റ് പ്രൊവൈഡഡ് സെക്യൂരിറ്റി. സോ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം. സോ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസം എന്നുള്ള മീനിങ്ങിൽ എടുക്കുക. അപ്പോൾ ഈ ഭൂമിനെ മുഴുവൻ ദൈവവിശ്വാസമാണ് ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതാണ് നമുക്കൊരു സെക്യൂരിറ്റി തന്നിരുന്നത്. ഇറ്റ് ഗേവ് മീനിങ് ആൻഡ് കംഫർട്ട് ടു ലൈഫ്. ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും, ഇപ്പോൾ ദൈവവിശ്വാസം ഉള്ളവർക്കാണെങ്കിൽ അതൊരു ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടാവും, അല്ലെങ്കിൽ ദൈവം എന്നെ നോക്കിക്കോളും, ദൈവം എന്നെ വിഷമിപ്പിക്കത്തില്ല, എന്തൊക്കെ വിഷമിപ്പിച്ചാലും ദൈവം പിന്നീട് എന്നെ ഒന്ന് കരകയറ്റും എന്നൊരു പ്രതീക്ഷ പുറത്ത്, ആ ഒരു ഫെയ്ത്തിലാണ് എല്ലാ മനുഷ്യരും ജീവിച്ചിരിക്കുന്നത്. The sea once flowed around the earth like a bright protective belt. സോ അദ്ദേഹം പറയുന്നത് ഈ മൊമെൻറ്റ് വരെയും, അല്ലെങ്കിൽ ഈ സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നതിന് മുന്നേ വരെയും ആൾക്കാരെന്താ വിചാരിച്ചിരുന്നത്? ഈ എർത്തിന് ചുറ്റും വരുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ബെൽറ്റാണ് കടൽ. ഇവിടെ കടലെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? റിലീജിയൻ, ഫെയ്ത്ത്, ദൈവം. അപ്പോൾ ദൈവം ഒരു ബെൽറ്റ് പോലെ ഈ എർത്തിന് മുഴുവൻ ചുറ്റും നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്? ദ മെലങ്കളി ലോങ് വിഡ്രോയിങ് റോർ. അപ്പോൾ ആ കടലിൻ്റെ സൗണ്ട് തന്നെ പെബിൾസിലേക്ക് വന്നടിക്കുന്ന റഫായിട്ടുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. ദ സീ ഓഫ് ഫെയ്ത്ത് ഈസ് റിട്രീറ്റിംഗ്. ആ സീ ഓഫ് ഫെയ്ത്ത്, വിശ്വാസമാകുന്ന ആ കടലിൽ ഇപ്പോൾ അകന്നകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ റഫായിട്ട് മാറുന്നു. ജസ്റ്റ് ആസ് ദി ടൈഡ് മൂവ്സ് അവേ ഫ്രം ദി ഷോർ, റിലീജിയസ് ബിലീവ്സ് ഇറ്റ്സ് ഡിസപ്പിയറിങ് ഫ്രം സൊസൈറ്റി. സോ എങ്ങനെയാണോ കരയിൽ നിന്നും കടലിലേക്ക് ഈ കടൽ ഉൾവലിയുകയാണ്, ആ തിരമാലകൾ ഉൾവലിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ വിശ്വാസവും, ആ മതപരമായിട്ടുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ അതാണ് സീ ഓഫ് ഫെയ്ത്തിൻ്റെ ഒരു മെറ്റഫർ. ഒന്ന് ഓർത്ത് വെച്ചോണേ. ദെൻ ദ ഡിക്ലൈൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഹാസ് ലെഫ്റ്റ് പീപ്പിൾ ഫീലിംഗ് ലോൺലി, അൺസർട്ടൈൻ, സ്പിരിച്വലി എംറ്റി. ഒരു സ്പിരിച്വൽ എംറ്റിനെസ് വരുന്നുണ്ട്, ഒറ്റപ്പെടൽ വരുന്നുണ്ട്, അൺസർട്ടൈനിറ്റി വരുന്നുണ്ട്. സോ ഈ പറയുന്ന കാലഘട്ടത്തിലൊന്നും അങ്ങനെ ടി വി ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നതില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരും, എത്ര പേര് വായിക്കുന്നുണ്ടെന്ന് അറിയില്ല, റിലീജിയസ് പുസ്തകങ്ങൾ വായിക്കുക, ദൈവവിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരു സമയമാണ് വൈകുന്നേരം എന്ന് പറയുന്നത്. സോ ദൈവം എന്നൊരു കൺസെപ്റ്റേ ഇല്ല എന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഒരു അർത്ഥമില്ലാതെ മാറുന്നു. സോ അതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതോടുകൂടി മനുഷ്യർ ഒറ്റപ്പെടുവാണ്, ആൾക്കാർക്ക് ഭ്രാന്ത് തന്നെ വരാൻ പറ്റുന്നൊരു സമയമാണ്. സോ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത്, വിക്ടോറിയൻ സ്പിരിച്വൽ ക്രൈസിസ്, ഡിക്ലൈൻ ഓഫ് സെർട്ടൈനിറ്റി ആൻഡ് സെക്യൂരിറ്റി. സോ അതുവരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ ദൈവം കാക്കും. ഇനി ആ ദൈവമേ ഇല്ല. അപ്പോൾ ഇനി എന്താണ് മുന്നിലുള്ളത് എന്താണെന്ന് അറിയാത്ത ആ മനുഷ്യരുടെ മുഴുവൻ ഒരു വെപ്രാള, ആങ്സൈറ്റി, ആങ്ഷ്യസ്നെസ്, അതിനെയൊക്കെ പറ്റിയിട്ടാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 സ്റ്റാൻസയിലും ക്രിസ്ത്യാനിറ്റി എന്നൊരു വേർഡ് അദ്ദേഹം എടുത്ത് പറയുന്നില്ല. അദ്ദേഹം ഫെയ്ത്ത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ദൈവവിശ്വാസം എന്നേ പറയുന്നുള്ളൂ. ക്രിസ്ത്യൻ ബിലീഫാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നതാണ്. ദെൻ 4th സ്റ്റാൻസ, ലവ് ലെറ്റ് us ബി ട്രൂ. സോ ഇവിടെ അദ്ദേഹം ഒരാളുടെ സംസാരിക്കുകയാണ്. സോ നമ്മൾ ആ 2ാമത്തെ സ്റ്റാൻസയിൽ, ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ നമുക്ക് മനസ്സിലായി അടുത്തൊരാളുണ്ട്, ബിലവഡിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീയോട് തന്നെ അടുത്ത് പറയുന്നുണ്ട്, ഈസ് ഡൂയിങ് ആൻ അപ്പീൽ ടു ലവ്. അതെ, ഇവിടെ ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം എന്നുള്ളതല്ല, പ്രണയിനി എന്നുള്ളൊരു മീനിങ്ങിൽ മനസ്സിലാവണേ. സിൻസ് റിലീജിയൻ നോ ലോങ്ങർ പ്രൊവൈഡ് സെർട്ടൈനിറ്റി, ദ സ്പീക്കർ ടേൺസ് ടു ഹ്യൂമൻ ലവ്. ഇനി മുതൽ നമ്മളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പ് തരാൻ ദൈവം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇനി അത് ആരേ ഉണ്ടാവുള്ളൂ, ആ ദൈവം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ അതിനോടൊപ്പം ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് മനുഷ്യൻ്റെ സ്നേഹമാണ്. ഓക്കെ, സോ ഹി ആസ്ക്സ് ഹിസ് ബിലവഡ്. സോ പ്രണയിനിയോട് പറയുന്നുണ്ട് ടു റിമെയിൻ ഫെയ്ത്ത്ഫുൾ. നീ എൻ്റെ കൂടെ എന്നും
വിശ്വാസത്തോടെ ഇരിക്കണം, അല്ലെങ്കിൽ ലോയലായിരിക്കണം. വിശ്വാസത്തോടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നവരായിരിക്കണം. ടു ബി ഓണസ്റ്റ് ആൻഡ് ലോയൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കാതെ സത്യസന്ധരായി മുന്നോട്ട് പോകണം. ലവ് ബിക്കംസ് ദ ഓൺലി സോഴ്സ് ഓഫ് കംഫർട്ട് ഇൻ ആൻ അൺസർട്ടൈൻ വേൾഡ്. അപ്പോൾ ഇവിടെ മാത്യു ആർണോൾഡ് പറഞ്ഞു വെക്കുന്നത് വളരെ അൺസർട്ടൈനിറ്റി ഉള്ളൊരു ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തിനെ വിശ്വസിക്കണം എന്ന് അറിയില്ല. ഇനി റിലീജിയനെ വിശ്വസിക്കണോ സയൻസിനെ വിശ്വസിക്കണോ ഒന്നും അറിയില്ല. അദ്ദേഹം പറയുന്ന കാര്യം ഒരേ ഒരു കാര്യത്തിനെ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതെന്തിനെയാണ്? മനുഷ്യൻ്റെ സ്നേഹത്തിനെയാണ്, മനുഷ്യൻ്റെ പ്രണയത്തിനെയാണ്. അതിനെ മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. So the world's false appearance. The speaker says the world seems beautiful, new, attractive. So ഈ ഒരു പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഒരു സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോഴത്തേക്കും ഭൂമി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പുതുതാണ്, അട്രാക്റ്റീവാണ്. പക്ഷേ ഇറ്റ് ലാക്സ് ജോയ്, ലവ്, ലൈറ്റ്, സർട്ടനിറ്റി, പീസ്. കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. ഇവിടെ ഇനി ഒരു സന്തോഷം എന്ന് പറയുന്നൊരു കാര്യമില്ല, സ്നേഹം ഉണ്ടാവില്ല, ലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രകാശം, സർട്ടനിറ്റി, പീസ്, ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരാളെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ശിക്ഷിക്കും എന്നൊരു ഐഡിയ ഇനിയില്ല. ശിക്ഷിക്കാൻ ദൈവം ഇല്ലെങ്കിൽ ആൾക്കാർ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്ത് കൂട്ടാൻ പോവുക? അതാണ് ഇനി അദ്ദേഹം സംസാരിക്കുക. സോ ദ ഫൈനൽ ഇമേജ് ഈസ് ദ പോയം എൻഡ്സ് വിത്ത് എ പവർഫുൾ മെറ്റഫർ. കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം അടുത്ത് പറയുന്നത്. വി ആർ ഹിയർ അസ് ഓൺ എ ഡാർക്ക്ലിംഗ് പ്ലെയിൻ. വളരെ ഇരുണ്ട് മൂടിയ ഒരു ഭൂതലത്തിൽ നമ്മൾ നിൽക്കുന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ കവിത തുടങ്ങുന്ന സമയത്ത് ആ കടൽക്കരയിലെ ആ ഇരുട്ട് മൂൺലൈറ്റിൻ്റെ ഭംഗിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു ഭംഗിയില്ല. ഹ്യൂമൻ ബീയിങ്സ് ആർ ലൈക്ക് സോൾജേഴ്സ് സ്റ്റാൻഡിങ് ഓൺ എ ഡാർക്ക് ബാറ്റിൽ ഫീൽഡ് അറ്റ് നൈറ്റ്. പ്രശസ്തമായിട്ടുള്ളൊരു മെറ്റഫറാണ് ഇത്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ആ രാത്രിയിൽ ആ കടൽക്കരയിൽ നിൽക്കുന്ന യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സോൾജേഴ്സിനെ പോലെ, അല്ലെങ്കിൽ യുദ്ധഭൂമിയിലുള്ള പടയാളികളെ പോലെയാണ് ഇപ്പോൾ മനുഷ്യരുള്ളത്. ദേ ആർ കൺഫ്യൂസ്ഡ് ആൻഡ് അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദം. സോ ഈ അവിടെ നിൽക്കുന്ന ഈ പട്ടാളക്കാർ അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് എന്താണ് ചുറ്റിനും സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇനി ദൈവം ഉണ്ടെന്നൊരു കൂട്ടർ, ദൈവം ഇല്ലയെന്നൊരു കൂട്ടർ, ദൈവം ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള തോന്നിയതുപോലെ തോന്നിയാസം ചെയ്യാമെന്ന് പറയുന്ന ഒരു കൂട്ടർ, ഇവരെല്ലാവരും പരസ്പരം കിടന്ന് തമ്മിലടിക്കുവാണ്. ദേ ആർ കൺഫ്യൂസ്ഡ് ആൻഡ് അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദം. സോ ചുറ്റിനും എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവിടെ അടി മാത്രമാണ് നടക്കുന്നത്. പരസ്പരം അവർ തർക്കിക്കുന്നുണ്ട്, വഴക്കുണ്ടാക്കുന്നുണ്ട്. യുദ്ധം പോലത്തെ ഒരു സിറ്റുവേഷനാണ്. The image refers to armies fighting in darkness, unable to distinguish friends from enemies. സോ എല്ലാവരും കിടന്ന് വഴക്കിടുന്നുണ്ട്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ആരാന്ന് എനിക്കറിയില്ല, എൻ്റെ എനിമി ആരാന്ന് എനിക്കറിയില്ല. വെറുതെ എല്ലാവരും വഴക്കിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഇവിടെ മീനിങ് വരുന്നത് മോഡേൺ ലൈഫിൽ മോഡേൺ ലൈഫ് ഈസ് കൺഫ്യൂസിങ്, കെയോട്ടിക്, ദുരന്തപൂർണ്ണമാണ്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അൺസർട്ടൈൻ, ഒന്നിനും ഒരു സുതാര്യതയില്ല, ഒരു കറക്റ്റ് ഒരു ഫ്ലോ ഇല്ല. സോ വിത്തൗട്ട് ഫെയ്ത്ത് പീപ്പിൾ സ്ട്രഗിൾ ടു ഫൈൻഡ് മീനിങ്. സോ അർത്ഥമില്ല, ജീവിക്കുന്നതിന് ഒരു അർത്ഥമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ആയിട്ട് വരുന്നത് ലവ് ആണ്. നമ്മുടെ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് സ്നേഹം, പരസ്പരമുള്ള വിശ്വാസം, പിന്നെ ഹ്യൂമൻ ഐസൊലേഷൻ. ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യരിനി നശിക്കും. ആ ഒരു ഐഡിയ പറയുന്നുണ്ട്. ഒരു മോഡേൺ എക്സിസ്റ്റൻസിൻ്റെ കൺഫ്യൂഷനെ പറ്റിയിട്ടും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ കവിത. എന്തൊക്കെയോ നടക്കുന്നു, പക്ഷേ എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിനും അറിയില്ല എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിത അവസാനിക്കുന്നത്. പക്ഷേ ഒരു റെസൊല്യൂഷൻ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി സയൻസ് വന്നാലും ശരി, റിലീജിയൻ നശിച്ചാലും ശരി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിലൊരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ബോത്ത് ഓഫ് us ഷുഡ് ബി ലോയൽ ടു ഈച്ച് അതർ. അതാണ് ഒരു മെയിൻ ക്രക്സ്. സോ മെയിൻ തീംസ് ഇത്രയേ ഉള്ളൂ. ലോസ് ഓഫ് ഫെയ്ത്ത്, അവിടെ സി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സെർട്ടൈനിറ്റിയാണ്. പിന്നെ ഹ്യൂമൻ സഫറിങ് പറയുന്നുണ്ട്. ദെൻ അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി. തുടക്കത്തിൽ കാമായിരുന്ന കടൽക്കരയിൽ ഇപ്പോൾ ഫെയ്ത്തിൻ്റെ ബാറ്റിൽ നടക്കുന്നിടത്താണ് അവസാനിക്കുന്നത്. പിന്നെ ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ്, മനുഷ്യൻ്റെ ഒറ്റപ്പെടലിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലവ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, മനുഷ്യന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ബന്ധത്തിലാണ് നമ്മൾ സന്തോഷത്തോടെ ഉണ്ടാവുക. പിന്നെ സിമ്പിൾസ് പറയുന്നത് സി ഒരു വലിയ സിമ്പിളായിട്ട് വരുന്നുണ്ട്. പിന്നീട് ആ സി തന്നെ സി ഓഫ് ഫെയ്ത്ത് ആവുന്നുണ്ട്. അപ്പോൾ റിലീജിയസ് ബിലീഫും കാര്യവും വരുന്നു. ദെൻ മൂൺ ലിറ്റ് സി. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സിയെ തന്നെ 3 രീതിയിലാണ് പറയുന്നത്. വെറും സി ഓഫ് ഫെയ്ത്ത്, മൂൺ ലിറ്റ് സി, 3 രീതിയിലും ബ്യൂട്ടീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂൺ ലിറ്റ് സി വന്നത്. പിന്നെ ഡാർക്ക്ലിംഗ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്ന കൺഫ്യൂഷൻ, മോഡേൺ ഏജിൻ്റെ ഒരു കൺഫ്യൂഷൻ. ഇമേജറീസ് ഒരുപാട് പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സൗണ്ട് ഓഫ് വേവ്സും ആ ഒരു പെബിൾസിനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ മെറ്റഫറായിട്ട് യഥാർത്ഥ കടലിനെയും പിന്നീട് റിലീജിയസ് കടലിനെയും ഒക്കെ പറയുന്നുണ്ട്. കടലിൻ്റെ സിംബൽസ് ഓർക്കണം. പിന്നെ അലിട്രേഷൻ വരുന്നുണ്ട്, ആ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കോൺട്രാസ്റ്റാണ് കവിത ഫുള്ളായിട്ട് വരുന്ന കാര്യം. ബ്യൂട്ടിയെയും വിഷമത്തിനെയും
അദ്ദേഹം കോൺട്രാസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. വിശ്വാസത്തിനെയും ഡൗട്ടിനെയും പറ്റി പറയുന്നുണ്ട്. പ്രതീക്ഷയും എന്നാൽ പ്രതീക്ഷയില്ലായ്മയും ഉണ്ട് ഒരേ സമയം. അപ്പിയറൻസും റിയാലിറ്റി. സോ ഈ ഒറ്റ ഒരു ലൈനാണ് മെയിനായിട്ട് കവിതയ്ക്കകത്ത് വരുന്നത്. ഇറ്റ്സ് എ വിക്ടോറിയൻ പോയം ദാറ്റ് എക്സ്പ്രസസ് ദ ലോസ് ഓഫ് റിലീജിയസ് ഫെയ്ത്ത് ആൻഡ് ദ റിസൾട്ടിങ് അൺസർട്ടനിറ്റി ഓഫ് മോഡേൺ ലൈഫ്. അപ്പോൾ ഫെയ്ത്ത് പോയി, സയൻസ് വന്നു, അതോടുകൂടി മനുഷ്യൻ്റെ ആ ഒരു ലൈഫിൽ ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ളത് അറിയാതെ നിൽക്കുന്നൊരു സമയം. വൈൽ ഹീസ് പ്രസൻറ്റിങ് ലവ് വാസ് ഹ്യൂമാനിറ്റീസ് ഓൺലി ഡിപ്പെൻഡബിൾ സോഴ്സ് ഓഫ് കംഫർട്ട്. സോ അദ്ദേഹം പറയുന്നു, ഇനി ദൈവം ഇല്ല, സയൻസാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ സയൻസ് ഇല്ല, നമുക്ക് ഒന്നിലും വിശ്വസിക്കാൻ പറ്റാത്തപ്പോൾ കൂടെയുള്ള മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാം. വല്ലാത്തൊരു തോട്ടാണ്. നമുക്ക് ഈ നൂറ്റാണ്ട് നമ്മൾ എന്താ പറയുക, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നിടത്താണ് അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ള ഒരു സംഭവമേ ഉള്ളൂ, അത് പരസ്പരം മനുഷ്യരുടെ വിശ്വാസമാണ്. സോ അത്രേ ഉള്ളൂ കവിത. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.